ഡിയർ സ്റ്റുഡൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സിനെ കുറിച്ചും മെഷർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചും SI സിസ്റ്റത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. Systems of units. A system of units is a collection of units in which certain units are chosen as fundamental and all others are derived from them. Systems of units എന്ന് പറയുന്നത് കുറേ കളക്ഷൻ ഓഫ് യൂണിറ്റ്സ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ വ്യത്യസ്തമായ യൂണിറ്റുകൾ ഉണ്ടാവാം. മീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ വ്യത്യസ്തമായ യൂണിറ്റുകൾ ഉണ്ടാവാം. ഇങ്ങനെ വ്യത്യസ്തമായ ക്വാണ്ടിറ്റികളുടെ പല പല യൂണിറ്റുകളെ നമ്മൾ വർഗീകരിച്ചുകൊണ്ട് അവയെ ഒരു കളക്റ്റീവ് ബിഹേവിയർ കൊണ്ടുവരുമ്പോൾ അതിനാണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ചില യൂണിറ്റുകൾ മാത്രം ഫണ്ടമെൻ്റൽ യൂണിറ്റാക്കി എടുക്കുകയും ബാക്കിയുള്ളതിനൊക്കെ അതിൽ നിന്ന് ഡെറൈവ് ചെയ്യത്തക്ക രീതിയിലാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ചിലതിനെ മാത്രം ഫണ്ടമെൻ്റലായി ചൂസ് ചെയ്തുകൊണ്ട് ബാക്കി യൂണിറ്റുകളൊക്കെ അതിൽ നിന്ന് ഒപ്റ്റൈൻ ചെയ്യുന്ന രീതിയിലാക്കി മാറ്റുന്ന സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. Different units were assigned for mass, length and time in different countries and the corresponding systems of units are: ഒന്ന് CGS system, which is a French system; MK system, which is also a French system; FP system, which is a British system. ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ 3 തരം സിസ്റ്റംസ് ആണ് നിലവിലുണ്ടായിരുന്നത്. ഫ്രഞ്ച് സിസ്റ്റമായ CGS സിസ്റ്റവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റമായ FP സിസ്റ്റവും. അതിനുശേഷം CGS സിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് MK സിസ്റ്റം. MK സിസ്റ്റം ഒരുപാട് കാലം യൂസ് ചെയ്യുകയുണ്ടായി. പിന്നീട് അത് കോഹറൻറ്റ് സിസ്റ്റം അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. അതിനെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ സിസ്റ്റം വന്നു. അപ്പോൾ ഈ 3 സിസ്റ്റത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പുതിയ സിസ്റ്റത്തിലേക്ക്, ന്യൂ സിസ്റ്റത്തിലേക്ക് കടക്കാം. എന്നാൽ കോഹറൻറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. ഓൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമ്മൾ പറഞ്ഞു CGSും FPSും MKS ആണ് 3 സിസ്റ്റമായിട്ടുണ്ടായിരുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റിമീറ്ററും ഫൂട്ടും മീറ്ററാണ് എടുത്തുള്ളത്. മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാമും പൗണ്ടും കിലോഗ്രാമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 സിസ്റ്റത്തിലും സെക്കൻഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ യൂണിറ്റ്സ് ആണ്. മുകളിൽ പറഞ്ഞതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ CGS സിസ്റ്റത്തിൻ്റെ പേര് വരാനുള്ള കാരണം സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നുള്ളതിന് ഷോർട്ടായിട്ടാണ് CGS എന്നുള്ള പേര് വന്നത്. അതുപോലെ തന്നെ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നുള്ളതിന് ഷോർട്ടായിട്ടാണ് FPS എന്നുള്ള പേര് വന്നത്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നുള്ളതിന് ഷോർട്ട് ഫോം ആയിട്ടാണ് MKS എന്നുള്ള പേര് വന്നുള്ളത്. നൗ കഴിഞ്ഞ ക്ലാസ് നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യമാണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഗിവൺ ആസ് Q = NU. എക്സാമ്പിളായിട്ട് നമ്മൾ ഇതന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെങ്ത് ഈസ് ഈക്വൽ ടു 6 മീറ്റർ ഇൻ MK സിസ്റ്റം. 6 മീറ്റർ എന്ന് പറയുമ്പോൾ MK സിസ്റ്റത്തിലാണ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ആണല്ലോ. അതേ ലെങ്ത് തന്നെ നമുക്ക് 600 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. 600 സെൻറ്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ CGS സിസ്റ്റത്തിലാണ്. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് പറയുന്നത് CGS സിസ്റ്റമാണ്. അപ്പോൾ 6 മീറ്റർ എന്ന് പറയുന്നത് MK സിസ്റ്റത്തിലും 600 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലുമാണ്. പക്ഷേ ഇത് രണ്ട് റെപ്രസെൻ്റ് ചെയ്യണത് ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സിസ്റ്റത്തിൽ Q = N1U1 ആൻഡ് സെക്കൻഡ് സിസ്റ്റം Q = N2U2 എന്ന് എഴുതാം. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ N1U1 = N2U2 എന്ന് എഴുതാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ MKSൽ നിന്ന് CGSലേക്കോ CGSൽ നിന്ന് MKSലേക്കോ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് പുതിയ സിസ്റ്റം, അതായത് നിലവിലുള്ള സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് which is given as SI system. ഇൻ്റർനാഷണൽ സിസ്റ്റം എന്നുള്ള ഷോർട്ട് IS എന്നുള്ള പേരുണ്ട് അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് SI എന്ന് തോന്നുന്നത്? SI system was developed and recommended by 11th General Conference on Weights and Measures in 1960 and periodically updated since then. 1960 ഇത് അവതരിപ്പിച്ചതെങ്കിൽ കൂടി ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ 11ാമത്തെ മീറ്റിങ്ങിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാൽ കൂടി അതിനുശേഷം തുടർച്ചയായിട്ട് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേര് വരുന്നതിനുള്ള കാരണം ഇറ്റ് ഈസ് അബ്രീവിയേറ്റഡ് ഫ്രം ദ ഫ്രഞ്ച് സിസ്റ്റം ഇൻ്റർനാഷണൽ ഡി യൂണിറ്റ്സ്. MK സിസ്റ്റത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുള്ളത്. നമുക്കറിയാം MK സിസ്റ്റം ഫ്രഞ്ച് സിസ്റ്റം ആണല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ഫ്രഞ്ചിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ ഡി യൂണിറ്റ്സ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് SI എന്ന് പറയുന്നത്.
സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് SI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ് വിച്ച് ഈസ് അക്സെപ്റ്റഡ് ബൈ എവറി കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സിസ്റ്റമാണത്. ഇറ്റ് കംപ്രൈസസ് എ കോഹറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് 7 ബേസ് യൂണിറ്റ്സ് ആൻഡ് 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. ഇതൊരു കോഹറന്റ് സിസ്റ്റമാണ്. ഇതിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളും 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളുണ്ട്. ഇനി ഏതെല്ലാമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ്. ക്വാണ്ടിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റിനെയും അതിൻ്റെ സിമ്പിളാണ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് മീറ്ററാണ്, അതിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ M ആണ്. അടുത്ത ക്വാണ്ടിറ്റി മാസ് ആണ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, സ്മോൾ ലെറ്റർ ആയിട്ടുള്ള kg ആണ് ഇതിൻ്റെ സിമ്പിൾ. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ടൈമാണ്, സെക്കൻഡ് ആണ് ഇതിൻ്റെ യൂണിറ്റ്, സ്മോൾ ലെറ്റർ S ആണ് ഇതിൻ്റെ സിമ്പിൾ. ഇലക്ട്രിക് കറണ്ട് നേരത്തെ നമ്മൾ പറയാതെ ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട്. ആംബിയർ ആണ് അതിൻ്റെ യൂണിറ്റ്, ക്യാപിറ്റൽ A ആണ് അതിൻ്റെ സിമ്പിൾ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ ആണ് അതിൻ്റെ യൂണിറ്റ്, ക്യാപിറ്റൽ K ആണ് അതിൻ്റെ സിമ്പിൾ. ലൂമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശവുമായി ബന്ധപ്പെട്ട പ്രകാശ തീവ്രതയുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. കാൻഡിലയാണ് അതിൻ്റെ യൂണിറ്റ് നെയിം, CD ആണ് അതിൻ്റെ സിമ്പിൾ. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവ്, ദ്രവ്യത്തിൻ്റെ അളവ്, അതാണ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. മോൾ എന്നാണ് അതിൻ്റെ യൂണിറ്റ് നെയിം, MOL ആണ് അതിൻ്റെ സിമ്പിൾ. രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയിൽ ഏതാ നമുക്ക് പരിശോധിക്കാം. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ. സർക്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്. സാധാരണ നമ്മൾ 10 ഡിഗ്രി 20 ഡിഗ്രി എന്നൊക്കെയാണ് ആംഗിൾ വരയ്ക്കുക അല്ലേ. പക്ഷേ SI സിസ്റ്റത്തിൽ യൂണിറ്റ് റേഡിയൻ ആണ്. അതിൻ്റെ സിമ്പിൾ RAD എന്നുള്ളതാണ്. മറ്റൊന്ന് സോളിഡ് ആംഗിൾ ആണ്. സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിൽ വരുന്ന ആംഗിളാണ് സോളിഡ് ആംഗിൾ. സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ സർക്കിളിനെ 3 ഡയമെൻഷനിൽ ആക്കുമ്പോൾ ഒരു സ്ഫിയർ ആകിട്ട് അല്ലേ. ആ സ്ഫിയറിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളാണ് സോളിഡ് ആംഗിൾ. സ്റ്റെറേഡിയൻ ആണ് അതിൻ്റെ യൂണിറ്റ് നെയിം, SR ആണ് അതിൻ്റെ സിമ്പിൾ. ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ. ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിൾ ഇതാണ് പ്ലെയിൻ ആംഗിൾ. ഇത് 3 ഡയമെൻഷനിലുള്ള വ്യൂ ആണ്. ആ 3 ഡയമെൻഷനലായിട്ടുള്ളൊരു ചിത്രമാണ് അത് കാണിക്കുന്നത്. ഇതാണ് സോളിഡ് ആംഗിൾ. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് പ്ലെയിൻ ആംഗിൾ നോക്കുമോ. ഇതൊരു സർക്കിളാണ്. സർക്കിളിൽ 2 ഡയമീറ്ററാണ് വരച്ചുള്ളത്. സെൻറ്റർ പോയിന്റോട് മാർക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്ന് നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്യാണ്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററിൽ നിന്ന് അടുത്ത റേഡിയസും കൂടി അവിടേക്ക് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ളൊരു സർക്കിളിൻ്റെ ഒരു സെക്ഷനാണ് കിട്ടിയുള്ളത് അല്ലേ. ഒരു സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു എന്ന് പരിശോധിക്കാം. തൽക്കാലം അത് d θ എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ആർക്ക് S സബ്റ്റൻസ് an angle d θ at the center of the circle. നോ ഈ ആംഗിളിൻ്റെ d θ എന്നുള്ള ആംഗിളിനെ നമ്മൾ സാധാരണ 10 ഡിഗ്രി 20 ഡിഗ്രി എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ SI സിസ്റ്റത്തിൽ നമുക്കതിനെ റേഡിയനിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. റേഡിയൻ എന്ന് പറഞ്ഞ ആംഗിളിലേക്ക് മാറ്റണം. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. നമുക്കത് എങ്ങനെയാണത് റേഡിയനിലേക്ക് കൊണ്ടുവരുന്നത് പരിശോധിക്കാം. Let R be the radius of circle. Circumference of circle is equal to 2πr. അപ്പോൾ സർക്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്കറിയാം 2πr ആണ്. ആംഗിൾ മേഡ് ഓഫ് സർക്കിൾ സെൻറ്റർ 360 ഡിഗ്രി നമുക്കറിയുന്ന കാര്യമാണല്ലേ. സർക്കിളിലുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണെന്നുള്ള അറിയാം. അപ്പോൾ ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആർക്ക് എത്രയാണ്? അതിൻ്റെ ചുറ്റളവായിരിക്കുമല്ലോ, അതിൻ്റെ പെരിമീറ്റർ അല്ലെ, അതിൻ്റെ സർക്കംഫറൻസ് അല്ലേ. ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് തന്നെയാണ്. സോ ദ ലാർജസ്റ്റ് ആർക്ക് ഈസ് ഇക്വൽ ടു സർക്കംഫറൻസ്. അതെത്രയാണ്? 2πr. അപ്പോൾ ആർക്ക് 2πr എത്ര ആംഗിളാണ് ഉണ്ടാക്കുക? 360 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുക. സർക്കിളിൻ്റെ ഏറ്റവും വലിയ ആർക്കായിട്ടുള്ള സർക്കംഫറൻസ് അതായത് 2πr ഉണ്ടാക്കുന്ന എത്ര ആംഗിളാണ്? 360 ഡിഗ്രി ആംഗിളാണ് സർക്കിൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ആർ എന്ന് പറയുന്ന ലെങ്ത്തുള്ള ആർക്ക് എത്ര ആംഗിളായിരിക്കും ഉണ്ടാക്കുക? 360 ഡിവൈഡ് ബൈ 2π ഈക്വൽ ടു 180/π ഡിഗ്രി അല്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്ന ലെങ്ത്തുള്ള ആർക്ക് ഉണ്ടാക്കുന്നത് 180/π ഡിഗ്രിയാണ്. അല്ലെങ്കിൽ 180/π ഡിഗ്രിയാണ് നമ്മൾ 1 റേഡിയൻ ഡിഫൈൻ ചെയ്യുന്നത്. 180/π ഡിഗ്രി ഈസ് ഡിഫൈൻഡ് ആസ് 1 റേഡിയൻ. അപ്പോൾ റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്തുള്ള ആർക്ക് എത്രത്തോളം ആംഗിളാണോ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് അത്രയും ആംഗിളിനെ വിളിക്കുന്ന പേരാണ് 1 റേഡിയൻ. സോ ആർക്ക് ആർ makes an angle 180/π degree at the center of the circle. So 180/π degree is known as 1 radian. റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത്തുള്ള ആർക്ക്
എത്ര ആംഗിളാണോ സർക്കിളിന് സെൻട്രൽ ഉണ്ടാക്കുന്നത് ആ ആംഗിളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് 1 റേഡിയൻ എന്ന് വിളിക്കുന്നത്. സോ 1 ഡിഗ്രി എത്ര കിട്ടും? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, പൈ ബൈ 180 റേഡിയൻ. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ബൈ പൈ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. 1 radian is defined as the angle subtended by an arc whose length is equal to the radius. Length of arc corresponds to 1 radian is r. 1 radian corresponding ആയിട്ടുള്ള ആർക്കിൻ്റെ ലെങ്ത് എത്രയാണ്? r ആണെന്ന് പറഞ്ഞു അല്ലേ. ആണെങ്കിൽ then angle made by the circle at the center എത്രയാണ്? 2 pi radian ആണ്. r ലെങ്ത് ഉള്ള ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ 1 radian ആണെങ്കിൽ 2 pi r ലെങ്ത് ഉള്ള ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 2 pi radian ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 2 pi റേഡിയൻ ആണ്. നമുക്കറിയാം 360 ഡിഗ്രിയാണ് ഡിഗ്രി പറയുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എത്രയാണ്? 2 pi റേഡിയൻ ആണ്. ഇഫ് എസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക്, ആർ ഇസ് ദ റേഡിയസ് ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ ഇൻ റേഡിയൻ, ദെൻ ജനറലി വി ക്യാൻ റൈറ്റ് എസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പോൾ എസ് എന്ന് പറയുന്നത് ആ സർക്കിളിലെ ഏതൊരു ആർക്കോ ആയിക്കോട്ടെ, സർക്കിളിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ആ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ ആയിരിക്കും. വേർ തീറ്റ ഇസ് മെഷേർഡ് ഇൻ റേഡിയൻ. റേഡിയനിലാണെന്നുള്ള പ്രത്യേകത അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോ സോളിഡ് ആംഗിൾ. എന്താണ് സോളിഡ് ആംഗിൾ നോക്കാം. സോളിഡ് ആംഗിളിന് വേണ്ടി നമ്മൾ 3 ഡയമെൻഷണൽ ഫിഗറാണ് പരിഗണിക്കുന്നത്. ഒരു സ്ഫിയർ ആണിത്. സ്ഫിയറിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ 6 അകലത്തിൽ, സ്ഫിയറിൻ്റെ റേഡിയസ് 6 ആണ്, 6 അകലത്തിൽ ഒരു സ്ക്വയർ പരിഗണിക്കുകയാണ്. സ്ഫിയറിൻ്റെ സർഫസിലാണ് സ്ക്വയർ എടുക്കുന്നത്. സ്ഫിയറിൻ്റെ സർഫസിലെ ഒരു സ്ക്വയർ പരിഗണിക്കുകയാണ്. സ്ക്വയറിൻ്റെ സൈഡ് റേഡിയസിന് ഈക്വലാണ്. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും 6 അകലത്തിൽ, 6 അകലത്തിൽ എന്ന് പറയുമ്പോൾ സ്ഫിയറിൻ്റെ സർഫസിൽ റേഡിയസിന് ഈക്വലായിട്ട് സൈഡുള്ള ഒരു സ്ക്വയർ പരിഗണിക്കുന്നു. സോ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു ആർ. ദെൻ എത്രയായിരിക്കും സ്ക്വയറിൻ്റെ ഏരിയ? ആർ സ്ക്വയർ ആയിരിക്കും അല്ലേ. ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഏരിയ ഉള്ളൊരു സ്ക്വയർ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും എന്ന് പരിശോധിക്കാം. ഏരിയ നമ്മൾ ഡി എ നിൽക്കുന്നു. ഡി എ ഇസ്ക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് പരിഗണിക്കുന്നത്. ആ ഭാഗത്തിൻ്റെ ഏരിയ ഡി എ ആണ്. ആ ഡി എ ഏരിയ ഉള്ള ആ ഒരു സ്ക്വയർ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് ഡി ഒമേഗ എന്ന് മാർക്ക് ചെയ്യാം. ഒമേഗ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഉണ്ട്. ഇത് ഡബ്ല്യു എഴുതുന്ന പോലെ എഴുതാം, ഇങ്ങനെ എഴുതാം. പക്ഷേ അത് ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് സ്മോൾ ലെറ്റർ ആണ്. സോ ഡി ഒമേഗയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ. ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ ഒരു 360 ഡിഗ്രിയിലാണെങ്കിൽ, ഈ ആംഗിൾ ഒരു സ്പേസിലാണെങ്കിൽ ദാറ്റ് ആംഗിൾ ഈസ് സോളിഡ് ആംഗിൾ. നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഒരു കോൺ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ആ കോൺ ഷേപ്പിൻ്റെ മുകൾ ഭാഗം സർക്കിളായിരിക്കും അല്ലേ. ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് 3 ഡയമെൻഷനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ ദാറ്റ് ഈസ് നോൺ ആസ് സോളിഡ് ആംഗിൾ. നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്ക് കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആംഗിൾ, മുകൾ ഭാഗത്ത് മാത്രം നോക്കുകയാണെങ്കിൽ ആംഗിൾ പ്ലെയിൻ ആംഗിൾ ആണ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ അത് സോളിഡ് ആംഗിൾ ആണ്. ഇത് സോളിഡ് സ്ഫിയർ ആണെന്ന് വിചാരിക്കും. ഈ സോളിഡ് സ്ഫിയറിന് മുകളിൽ നമ്മൾ ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലൊരു ഏരിയ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് അതിങ്ങനെ കുഴിച്ചെടുക്കുക എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഉൾഭാഗത്തേക്ക് എത്രത്തോളം ഭാഗമാണോ കുഴിഞ്ഞു പോയത് ആ ഉൾഭാഗത്ത് ഉണ്ടാകുന്ന ആംഗിളാണ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻട്രലിൽ നിന്ന് എടുത്തൊരു പീസാണ്. ആ ഒരു പീസ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, ദിസ് ആംഗിൾ ഇസ് നോൺ ആസ് സോളിഡ് ആംഗിൾ. സോ ഇവിടെ ഡി എ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ നമ്മൾ ഡി ഒമേഗ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ നമുക്കറിയാം 4 pi r സ്ക്വയർ അല്ലേ. ടോട്ടൽ ഏരിയ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ നമുക്കറിയാം 4 pi r സ്ക്വയർ എന്നറിയാം. ഏരിയ ഡി എ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചെറിയൊരു പീസിൻ്റെ സർഫസ് ഏരിയ എത്രയാണ്? ആർ സ്ക്വയർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്ത സോളിഡ് ആംഗിൾ ഡി ഒമേഗയാണ്. അതിനാണെങ്കിൽ ടോട്ടൽ ഏരിയ ആയിട്ടുള്ള 4 pi r സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും ഉണ്ടാവുക? 4 pi ഡി ഒമേഗ ആയിരിക്കും അല്ലേ. ആർ സ്ക്വയർ ആംഗിൾ ഡി ഒമേഗ ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ടുള്ള 4 pi r സ്ക്വയറിന് ഉള്ള ആംഗിൾ എത്രയായിരിക്കും? 4 pi ഡി ഒമേഗ ആയിരിക്കും. സോ സോളിഡ് ആംഗിൾ 4 pi ഡി ഒമേഗ കറസ്പോണ്ട്സ് ടു ടോട്ടൽ സർഫസ് ഏരിയ 4 pi r സ്ക്വയർ. ഈ സോളിഡ് ആംഗിൾ ഡി ഒമേഗ ഈക്വൽ ടു 1 സ്റ്റെറേഡിയൻ. നമ്മൾ ഡി ഒമേഗ എന്നുള്ള 1 സ്റ്റെറേഡിയൻ എടുക്കുകയാണെങ്കിൽ, അതായത് ആർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോളിഡ് ആംഗിൾ നമ്മൾ 1 സ്റ്റെറേഡിയൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ മേഡ് ബൈ ദ സ്ഫിയർ ദ സെൻറ്റർ എത്രയായിരിക്കും? 4 pi സ്റ്റെറേഡിയൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് 1 സ്റ്റെറേഡിയൻ ഡിഫൈൻ ചെയ്യേണ്ടത്?
One steradian is defined as the solid angle subtended at the center of a sphere by a portion of its surface area equal to the square of the radius. റേഡിയസിൻ്റെ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് സർഫസിൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയ സ്ഫിയറിൻ്റെ സെൻറ്ററിലേക്ക് എത്രത്തോളം ആംഗിളാണ് ഉണ്ടാക്കുന്നത്, ദാറ്റ് ആംഗിൾ ഇസ് നോൺ ആസ് 1 സ്റ്റെറേഡിയൻ. നമ്മൾ റേഡിയസ് എടുക്കുന്ന ആറാണെങ്കിൽ ആർ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലോ ഏത് ഷേപ്പിലായിക്കോട്ടെ ആർ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ, സ്ഫിയറിൻ്റെ സർഫസിൽ ഏരിയ എടുക്കുകയാണെങ്കിൽ അത്രയും ഏരിയ സ്ഫിയറിൻ്റെ സെൻറ്ററിലേക്ക് എത്ര ആംഗിളാണ് ഉണ്ടാക്കുന്നത്, ദാറ്റ് ആംഗിൾ ഇസ് നോൺ ആസ് 1 സ്റ്റെറേഡിയൻ. So, if A is the surface area, R is the radius and omega is the solid angle, then we can write A is equal to omega r square. നമുക്ക് മനസ്സിലായിട്ടുണ്ട് 4 r square എന്ന് പറയുന്ന സർഫസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ വരുന്ന ആംഗിൾ 4 സ്റ്റെറേഡിയൻ ആണ്. 4 r square കറസ്പോണ്ടിങ് ആയിട്ട് 4 സ്റ്റെറേഡിയൻ ആണ് വരുന്നത്. 4 r square ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അതാണെങ്കിൽ A എന്ന് പറയുന്ന ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ആംഗിൾ ആയിരിക്കും വരിക, ഒമേഗ ആർ സ്ക്വയർ, വേർ ഒമേഗ ഇസ് ദ സോളിഡ് ആംഗിൾ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എ എന്ന് പറയുന്ന ഏരിയ നമ്മൾ എടുക്കുന്ന ഒരു ഏരിയ ആണെന്ന് വിചാരിച്ചോളൂ. ആ ഏരിയ എത്ര ആംഗിളാണ് സോളിഡ് ആംഗിൾ ഉണ്ടാക്കുന്നതിനെ കാണാൻ പറ്റും. അപ്പോൾ സോളിഡ് ആംഗിൾ ഒമേഗ ഈസ് ഈക്വൽ ടു എ ബൈ ആർ സ്ക്വയർ. നേരത്തെ നമ്മൾ പ്ലെയിൻ ആംഗിളിൻ്റെ കേസിൽ കണ്ടത് എങ്ങനെയായിരുന്നു, പ്ലെയിൻ ആംഗിൾ റേഡിയൽ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്, ആർക്ക് ബൈ റേഡിയസ് ആയിരുന്നു അല്ലേ, ആർക്ക് ബൈ റേഡിയസ് ആയിരുന്നു. അതിന് പകരം ഇവിടെ വരുന്നത് ഏരിയ ബൈ റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. എ ഈക്വൽ ടു ഒമേഗ ആർ സ്ക്വയർ ഇക്വേഷൻ ആണ് സോളിഡ് ആംഗിൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് എസ് ഐ യൂണിറ്റ്. എസ് ഐ യൂണിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. എസ് ഐ യൂണിറ്റ്സ് ആർ മോർ ലോജിക്കൽ ആൻഡ് കോഹറൻറ്റ്. കോഹറൻറ്റുള്ള വാക്ക് മുമ്പ് പറഞ്ഞു അല്ലേ, എം കെ സിസ്റ്റം കോഹറൻ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് കോഹറൻ്റ് ആയിട്ടുള്ള എസ് ഐ സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് കോഹറൻറ്റ് സിസ്റ്റം? A coherent system means a system based on a certain set of basic units from which all derived units are obtained by multiplication or division without introducing numerical factors. ഒരു കോഹറന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ certain set of basic units. നമ്മൾ പറഞ്ഞു എസ് സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റുകളാണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സുകളെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ മാത്രമേ വേണ്ടതായിട്ടുള്ളൂ. ന്യൂമറിക്കൽ ഫാക്ടർ, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് ഡെറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം യൂണിറ്റ്സുകളുടെ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കോഹറന്റ് സിസ്റ്റം. എസ് സിസ്റ്റം കോഹറന്റ് സിസ്റ്റമാണ്. എം കെ സിസ്റ്റത്തിന് പൂർണ്ണമായിട്ട് അതുപോലൊരു കോഹറൻസ് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എം കെ സിസ്റ്റത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എസ് സിസ്റ്റമാക്കി മാറ്റിയത്. രണ്ടാമത്തെ പോയിന്റ്, ദീസ് യൂണിറ്റ്സ് ആർ ഈസിലി റീപ്രൊഡ്യൂസിബിൾ. ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈസിലി റീപ്രൊഡ്യൂസിബിൾ എന്നുള്ളത്. സോ എസ് ഐ യൂണിറ്റ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആണ്. എസ് ഐ യൂണിറ്റ്സ് ആർ ഇൻവേരിയന്റ് ഇൻ ടൈം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ പ്രോപ്പർട്ടിയാണ്, ഒക്കെ എസ് ഐ യൂണിറ്റിന് ബാധകമായിട്ടുള്ളതാണ്. എസ് ഐ സിസ്റ്റം ഇസ് എ റാഷണലൈസ്ഡ് സിസ്റ്റം. എന്താണ് റാഷണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ, in this system different types of physical quantity have same unit, but in CG system it is not so. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ പല ഫോർമാറ്റിൽ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ എനർജിക്ക് വ്യത്യസ്തമായ ഫോർമാറ്റുകളുണ്ട്. മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്. ഈ ഫോർമാറ്റിലുള്ള എനർജികൾക്കൊക്കെ തന്നെ നമ്മൾ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റാണ് എസ് ഐ സിസ്റ്റത്തിൽ കൊടുക്കുക. പക്ഷേ സി ജി സിസ്റ്റത്തിൽ അങ്ങനെയല്ല. സി ജി സിസ്റ്റത്തിൽ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജിക്ക് നമ്മൾ കലോറിയുള്ള വാല്യൂ ആണ് കൊടുക്കുക. ഇലക്ട്രിക് എനർജിക്ക് ആയിക്കോട്ടെ എർഗ് എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുക. സോ സി ജി സിസ്റ്റത്തിൽ വ്യത്യസ്തമായ യൂണിറ്റുകളാണ് വ്യത്യസ്തമായ ഫോർമാറ്റുകൾക്കുള്ളത്. പക്ഷേ എസ് ഐ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് എസ് ഐ സിസ്റ്റം ഇസ് എ റാഷണലൈസ്ഡ് സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സിസ്റ്റം. എന്താണ് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ, ദിസ് മീൻസ് ദ 7 ബേസ് യൂണിറ്റ്സ് കവർ ഓൾ ഡിസിപ്ലിൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എല്ലാ ശാഖകളിലെയും എല്ലാ യൂണിറ്റുകളെയും ഉൾക്കൊള്ളാൻ ഈ 7 ബേസ് ക്വാണ്ടിറ്റികൾ കഴിയുന്നുണ്ട്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ ഡിസിപ്ലിനിലുള്ള ഡെറൈവ്ഡ് ക്വാണ്ടിറ്റികൾ നിർമ്മിച്ചെടുക്കാൻ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ മെട്രിക് സിസ്റ്റം. ദിസ് മീൻസ് ലൈക്ക് CGS or MK system, the multiples and submultiples may be expressed as powers of 10. ഇത് മെട്രിക് സിസ്റ്റമാണ്. മെട്രിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ CGSലും MKസിലും പ്രത്യേകത വെച്ചാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അതുപോലെ തന്നെ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. സെന്റിമീറ്റർ മീറ്റർ എന്നുള്ള ബന്ധം നമുക്കറിയാം അല്ലേ. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അതേപോലെ തന്നെ
1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം. ഇതൊക്കെ 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ആണുള്ളത് വിചാരിക്കൂ. അപ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് യൂണിറ്റുകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. മില്ലിമീറ്റർ ആയിക്കോട്ടെ, സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, കിലോമീറ്റർ ആയിക്കോട്ടെ, ഒക്കെ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അത്തരത്തിലാകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലേ? That type of system is known as metric system. Now, rules for representing units in SI system. SI സിസ്റ്റത്തിലെ യൂണിറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. The International Committee for Weights and Measures, CIPM എന്ന് ഷോർട്ടാക്കി എഴുതും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO. നമുക്കറിയാം ISO മാർക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാ അല്ലേ, ISO. Have provided the following guidelines for the use of SI units. ഒന്ന്, ഫുൾ നെയിംസ് ഓഫ് ദ യൂണിറ്റ്സ് ഡു നോട്ട് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഒരു യൂണിറ്റിൻ്റെയും ഫുള്ളായിട്ടുള്ള പേര്, മുഴുവനായിട്ടുള്ള പേര് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ന്യൂട്ടൺ കെൽവിൻ. ന്യൂട്ടൺ കെൽവിൻ ഒക്കെ ഫുൾ നെയിമാണ്, ആ യൂണിറ്റിൻ്റെ ഫുൾ നെയിമാണ്. പക്ഷെ അതൊരിക്കലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ന്യൂട്ടനോ അല്ലെങ്കിൽ കെൽവിനോ എഴുതില്ല. ക്യാപിറ്റൽ എന്നിലോ ക്യാപിറ്റൽ കെയിലോ സ്റ്റാർട്ട് ചെയ്യില്ല. എല്ലാം സ്മോൾ ലെറ്ററിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദ സിമ്പിൾസ് ഓഫ് യൂണിറ്റ്സ് നെയിംഡ് ആഫ്റ്റർ സയൻറ്റിസ്റ്റ് ഷുഡ് ഹാവ് ഇനീഷ്യൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥം നൽകിയിട്ടുള്ള പേരുകളാണ് സിമ്പിൾസ് ഉണ്ടെങ്കിൽ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. എക്സാമ്പിൾ, ജെ ഫോർ ജൂൾ. ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ജെ കൊടുക്കണം. ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എന്നിലാണ്, സിമ്പിളാണ് പറയുന്നത്. കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കെയിലാണ്. നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ എഴുതുകയാണെങ്കിൽ NEWTON എഴുതുമ്പോൾ N ഷുഡ് നോട്ട് ബി എ ക്യാപിറ്റൽ ലെറ്റർ. ആ പേര് എഴുതുമ്പോൾ ഫുൾ നെയിം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആവരുത് ഫസ്റ്റ് ലെറ്റർ. പക്ഷേ അതിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ജെ എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ജൂൾ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കില്ല, സ്മോൾ ലെറ്ററേ ഉപയോഗിക്കാറുള്ളൂ. സിമ്പിൾ ഷുഡ് നോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ പ്ലൂറൽ ഫോംസ്. നമ്മളൊരു കാര്യം മെഷർ ചെയ്യുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോമിൽ പറയാം അല്ലേ. പ്ലൂറൽ ഫോമിൽ സിമ്പിൾസ് എഴുതാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, 10 കിലോഗ്രാം, 7 മീറ്റർ. ഒരിക്കലും 10 കിലോഗ്രാംസ്നോ അല്ലെങ്കിൽ 7 മീറ്റേഴ്സിനോ എഴുതാൻ പാടില്ല. KGSനോ MS-നോ നമ്മൾ എഴുതാൻ പാടില്ല. നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഓർ കോളൻ ഇസ് പുട്ട് ഓഫ് ദ സിമ്പിൾ. സിമ്പിളിന് ശേഷം ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ കോമയോ ഇടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, 10 ന്യൂട്ടൺ ഫോർ 10 ന്യൂട്ടൺ, TNNEWTON. 10 ന്യൂട്ടൺ എഴുതിയതിനു ശേഷം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. അവിടെ എഴുതി നിർത്തിയപ്പോൾ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് 10 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്മൾ പറയുമ്പോൾ 10 ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് യൂണിറ്റ്സ് ഈസ് ഷോൺ ബൈ ലീവിങ് എ സ്പേസ് ഓർ എ റേസ്ഡ് ഡോട്ട്. രണ്ട് ക്വാണ്ടിറ്റിയിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കും. മാസും വെലോസിറ്റിയും കൂടി, അല്ലെങ്കിൽ ഫോഴ്സും ടൈമും കൂടി. അങ്ങനെ വ്യത്യസ്തമായ ക്വാണ്ടിറ്റികൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രണ്ട് ക്വാണ്ടിറ്റികളിലും കൂടി യൂണിറ്റ് എഴുതുമ്പോൾ ആ യൂണിറ്റുകൾ തമ്മിൽ ഒന്നുകിൽ സ്പേസോ അല്ലെങ്കിൽ അല്പം ഉയർത്തിയ ഒരു ഡോട്ടോ ആണ് റെപ്രസെൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ ഇസ് ഗിവൺ ആസ് NM. ഇവിടെ N കഴിഞ്ഞിട്ട് അല്പം സ്പേസ് ഇട്ടാണ് നമ്മൾ സ്മോൾ ലെറ്റർ M എഴുതുക. N സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്ടൺ ആൻഡ് M സ്റ്റാൻഡ്സ് ഫോർ മീറ്റർ. അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ സിമ്പിളായിട്ടുള്ള ക്യാപിറ്റൽ N കഴിഞ്ഞിട്ട് അല്പം ഉയർത്തിയിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷമാണ് മീറ്ററിൻ്റെ സിമ്പിളായിട്ടുള്ള M എഴുതാറുള്ളത്. അല്ലാതെ N M ഒരുമിച്ച് NM അടുപ്പിച്ച് എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ N ഇൻറ്റു M എന്ന് എഴുതാൻ പാടില്ല. ഡിവിഷൻ ഓഫ് യൂണിറ്റ്സ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സോൾഡ് സൈൻ ഓർ നെഗറ്റീവ് പവേഴ്സ്. സോൾഡ് സൈൻ എന്ന് പറയുന്നത് സ്ലാഷ് ആണ്. നെഗറ്റീവ് പവർ എന്ന് പറയുന്നത് 10⁻⁻⁻ എന്നുള്ള രീതിയിൽ എഴുതുന്നതാണ് നെഗറ്റീവ് പവർ എന്ന് പറയുക. നോട്ട് മോർ ദാൻ 1 സോൾഡ് സൈൻ ഷുഡ് ബി യൂസ്ഡ് ഇൻ 1 ലൈൻ. ഒരു ലൈനിൽ ഒന്നിൽ കൂടുതൽ സ്ലാഷുകൾ അല്ലെങ്കിൽ ഡിവിഷൻ്റെ ഭാഗമായിട്ട് റെപ്രസെൻ്റ് ചെയ്യണ സോൾഡ് സൈൻ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, മീറ്റർ പെർ സെക്കൻഡ് എഴുതുമ്പോൾ M/S എന്നാണ് എഴുതുക, അല്ലെങ്കിൽ MS⁻⁻1 എഴുതാം. MS⁻⁻1 എഴുതുമ്പോൾ മീറ്ററും സെക്കൻഡും വ്യത്യസ്തമായ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളായതുകൊണ്ട് തന്നെ അത് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ മീറ്റർ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ, M കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ S⁻⁻1 എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് M എഴുതിയതിന് ശേഷം
റൈസ് ചെയ്തിട്ട് കുത്തിട്ട് റൈസ്ഡ് ഡോട്ട് ആയിട്ട് അല്പം ഉയർത്തി ഒരു കുത്തിട്ടതിന് ശേഷം അല്പം ഉയർത്തി ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം s⁻1 എഴുതാം. അപ്പോൾ m ഡോട്ട് s⁻1 എഴുതാം. അല്ലാതെ ഒരിക്കലും ms⁻1 എന്ന് ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഇനി ഒന്നിൽ കൂടുതൽ സ്ലാഷുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം നോക്കി നോക്കൂ. വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ ആൻഡ് കെൽവിൻ ആണ്. പക്ഷെ അത് എഴുതുമ്പോൾ Wm⁻⁻1 K⁻⁻1 എഴുതേണ്ടത്. ഈ 3 യൂണിറ്റുകൾ തമ്മിൽ ഒരു സ്പേസിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ അത് മൂന്നും ഒരുമിച്ച് എഴുതാൻ പാടില്ല. Wm⁻⁻1 K⁻⁻1 അടുത്തടുത്ത് എഴുതാൻ പാടില്ല. അല്ലെങ്കിൽ W/m/k എന്നും എഴുതാൻ പാടില്ല. In front of a decimal number 0 should be placed. ഡെസിമൽ നമ്പർ വരികയാണെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ 0 പ്ലേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 0.7 കിലോഗ്രാം. ഡെസിമൽ മുമ്പായിട്ട് 0 വേണം, നിർബന്ധമായിട്ട് 0 എഴുതണം. അല്ലാതെ 0.7 കിലോഗ്രാം എഴുതാൻ പാടില്ല. കോമ്പൗണ്ട് പ്രിഫിക്സസ് ഷുഡ് ബി അവോയ്ഡഡ്. എന്നാൽ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ മുമ്പ് എഴുതുന്ന അല്ലെങ്കിൽ സിമ്പലിന്റെ മുമ്പിൽ എഴുതുന്ന ലെറ്ററിനെയാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുക. പ്രിഫിക്സുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഫോർ എക്സാമ്പിൾ മില്ലി സെക്കൻഡ് എഴുതാണ്. സെന്റിമീറ്റർ എഴുതുന്നത് സെന്റി എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ്. സി എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ മില്ലി സെക്കൻഡ് എഴുതുമ്പോൾ MS എന്നാണ് എഴുതുക. MS എഴുതുമ്പോൾ അത് മീറ്റർ സെക്കൻഡ് ആണോ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മീറ്റർ സെക്കൻഡ് ആണെങ്കിൽ നമുക്കറിയാം 2 ക്വാണ്ടിറ്റികളുടെ വ്യത്യസ്തമായ യൂണിറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ M-ഉം S-ഉം സ്പേസ് വിട്ടാണ് എഴുതാൻ. MS-ഉം സ്പേസ് വിടാതെ MS-ഉം അടുപ്പിച്ച് എഴുതുകയാണെങ്കിൽ അത് മില്ലി സെക്കൻഡ് എന്നാണ് വായിക്കുക. അവിടെ മില്ലി എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രിഫിക്സുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ PF എന്ന് പറയുന്നത് പൈക്കോഫാരഡ് ആണ്. പൈക്കോഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁻12 ഫാരഡിനാണ് പൈക്കോ എന്ന് പറയാം. 10⁻⁻6നെയാണ് നമ്മൾ മൈക്രോ എന്ന് പറയാം. മൈക്രോന്റെ സിമ്പിളാണ് മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ. 10⁻⁻6നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 10⁻12 ആവും. അതുകൊണ്ട് തന്നെ മൈക്രോ ഫാരഡ് എന്ന് എഴുതാൻ പാടില്ല. 10⁻12 ഫാരഡിനെ ഒരുമിച്ച് പൈക്കോ ഫാരഡ് എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ പ്രിഫിക്സുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് പ്രിഫിക്സസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രിഫിക്സ് എഴുതുമ്പോൾ അത് യൂണിറ്റിന്റെ സിമ്പലിനോട് ചേർത്ത് എഴുതുകയും വേണം. സ്പേസ് ഇടാണ്ട് വേണം എഴുതാൻ. നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, മില്ലി സെക്കൻഡ് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. എ സ്പേസ് മസ്റ്റ് ബി ലെഫ്റ്റ് ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് എഴുതുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് ആയിട്ടൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറും യൂണിറ്റും തമ്മിൽ സ്പേസിൻ്റെ ആവശ്യമുണ്ട്. 5 മീറ്റർ എഴുതുമ്പോൾ 5-ഉം M-ഉം തമ്മിൽ സ്പേസ് വേണം. അതായത് 5-ഉം ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഇത്രയുമാണ് SI സിസ്റ്റത്തിലെ യൂണിറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്തമായ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിനെ കുറിച്ചിട്ടും SI സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചുമെല്ലാമാണ് ചർച്ച ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.